ശത്രുപാളയത്തിൽ തകർന്നു വീണ അമേരിക്ക. യുദ്ധവിമാനത്തെ അമേരിക്കൻ സൈന്യം തിരികെ പിടിച്ചു. ഇതൊരു കഥയാണ്, അറിയേണ്ട കഥ. ഇറാഖിലെ ശത്രുപാളയത്തിൽ തകർന്നു വീണ അമേരിക്കയുടെ അഭിമാനമായ 580 കോടിയുടെ യുദ്ധവിമാനത്തെ സൈന്യം തിരികെ പിടിച്ച കഥ. മണലാരണ്യത്തിലെ അത്ഭുത വീണ്ടെടുക്കലിന്റെ കഥ. യുദ്ധഭൂമിയിൽ തകർന്നു വീഴുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കുവാൻ ബോംബിട്ട് നശിപ്പിക്കുക എന്നതാണ് സാധാരണ രീതി. എന്നാൽ ഇറാഖിലെ അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു മണലാരണ്യത്തിൽ തകർന്നു വീണ തങ്ങളുടെ അഭിമാനമായിട്ടുള്ള MB-22 ഓസ്പ്രേ വിമാനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യം നടത്തിയത് മാസങ്ങൾ നീണ്ട സാഹസികമായിട്ടുള്ള ഒരു രഹസ്യ ദൗത്യമാണ്. ഏകദേശം $70 ദശലക്ഷം, ഏതാണ്ട് 580 കോടി രൂപ, ഏതാണ്ട് 580 കോടി രൂപ വിലമതിക്കുന്ന ഈ വിമാനം വീണ്ടെടുക്കുവാൻ നടത്തിയ ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ എന്ന് പറയപ്പെടുന്ന ലോക ശ്രദ്ധ നേടുന്നതാണ്. ഓപ്പറേഷൻ ഈഗിൾ ക്ലോ മുതൽ ഓസ്പ്രയുടെ ജനനം വരെ ഈ കഥ തുടങ്ങുന്നത് 1979 ഇറാൻ ബന്ദി പ്രതിസന്ധിയിൽ നിന്നാണ്. ഇറാനിലെ US എംബസിയിൽ ബന്ദികളാക്കപ്പെട്ട അമേരിക്കക്കാരെ രക്ഷപ്പെടുത്തുവാൻ നടത്തിയ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ അത് പരാജയപ്പെട്ടത് അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു പാഠമായിരുന്നു. ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിക്കുകയും സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയും ചെയ്ത ആ ദുരന്തമാണ് ഒരു വിമാനത്തിന്റെ വേഗതയും ഹെലികോപ്റ്ററിന്റെ വഴക്കവുമുള്ള പുതിയൊരു യുദ്ധവിമാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതെന്ന് പറയട്ടെ. അങ്ങനെയാണ് B-22 ഓസ്പ്രേ എന്ന അത്ഭുത വിമാനം പിറന്നു വീണത്. 2013 ഇറാഖിലെ അൻബാർ പ്രവിശ്യയ്ക്ക് സമീപമുള്ള ഹൈബജ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. US മറൈൻ കോർപ്സിന്റെ വിമാനം ഒരു ദൗത്യത്തിനിടെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് തീ പിടിക്കുകയും മണൽ കുന്നുകൾക്കിടയിൽ അടിയന്തരമായിട്ട് ഇറക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ശത്രുക്കളുടെ സാന്നിധ്യമുള്ള മേഖലയായതിനാൽ വിമാനവും അതിലെ സൈനികരും ഏതു നിമിഷവും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥയിലുമായിരുന്നു. വിമാനം നശിപ്പിച്ചു കളയാമെന്ന നിർദ്ദേശമുയർന്നുവെങ്കിലും വിമാനത്തിന്റെ പ്രാധാന്യം മാത്രമല്ല അതിന്റെ വില, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 580 കോടി രൂപയാണ്. ആ വിലയും ഒക്കെ കണക്കിലെടുത്ത് അത് നന്നാക്കി തിരികെ കൊണ്ടുവരുവാൻ സൈനിക നേതൃത്വം തീരുമാനിക്കുന്നു. എന്നാൽ ഒരു വിമാനത്താവളത്തിലെ അത്യാധുനിക ലാബുകളിൽ ചെയ്യേണ്ട അറ്റകുറ്റപ്പണികൾ ഒരു മണലാരണ്യത്തിൽ വെച്ച് ചെയ്യുന്നത് അസാധ്യമാണ് എന്നും പലരും അന്ന് കരുതിയിരുന്നു. വിമാനം വീണ്ടെടുക്കുവാനുള്ള ദൗത്യം ആരംഭിച്ചതോടെ ആ പ്രദേശം ഒരു സൈനിക താവളമായിട്ട് മാറി. വിമാനത്തിന് ചുറ്റും 100 കണക്കിന് മറൈൻ സൈനികരും പ്രത്യേക കമാൻഡോകളും സുരക്ഷാ വലയം തീർത്തിരിക്കുന്ന കാഴ്ചയുണ്ടായി. ഇതിനെ സൈനികർ ഫോർട്ടോസ്പ്രേ എന്ന് വിളിച്ചു. 3 മാസത്തോളം, ഏകദേശം 90 ദിവസം ഈ സൈനികർ ശത്രുക്കളുടെ സ്നൈപ്പർ ആക്രമണങ്ങളെയും മോർട്ടാർ ഷെല്ലുകളെയും പ്രതിരോധിച്ചുകൊണ്ട് ആ മണൽ കുന്നുകൾക്കിടയിൽ കാവൽ നിന്നുള്ളതാണ്. അറ്റകുറ്റപ്പണിക്കായിട്ട് വിമാനത്തിന്റെ ഭാരമേറിയ എഞ്ചിനുകളും മറ്റ് യന്ത്രഭാഗങ്ങളും കൂറ്റൻ ഹെലികോപ്റ്ററുകൾ വഴിയാണ് അവിടെ എത്തിച്ചത്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിലും കണ്ണിൽ പോലും മണൽ തുളച്ചു കയറുന്ന മണൽക്കാറ്റിനും സൈനിക എഞ്ചിനീയർമാർ വിശ്രമമില്ലാതെ പണിയെടുത്ത് വിമാനത്തിന്റെ കരിഞ്ഞുപോയ എഞ്ചിനും അത് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗവുമൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിസ്ഥാപിച്ചു. മണൽത്തരികൾ എഞ്ചിനുള്ളിൽ കടക്കാതിരിക്കുവാൻ താൽക്കാലിക പ്ലാസ്റ്റിക് കൂടാരങ്ങൾ നിർമ്മിച്ചാണ് അതീവ ജാഗ്രതയോടെ ഇതിന്റെ പണികൾ പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. 3 മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ആ മണൽക്കുന്നുകൾക്കിടയിൽ നിന്ന് ഓസ്പ്രേ വിമാനം വിജയകരമായിട്ട് പറന്നുയർന്നു എന്നതാണ്. ഒരു യുദ്ധമേഖലയിൽ വെച്ച് ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു വിമാനം നന്നാക്കി തിരികെ എത്തിക്കുന്നത് സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു എന്നതാണ്. കേവലം ഒരു യന്ത്രത്തെ രക്ഷിക്കുക എന്നതിലുപരി അസാധ്യമായ സാഹചര്യങ്ങളിലും തങ്ങളുടെ സാങ്കേതിക വിദ്യയെ സംരക്ഷിക്കുവാനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്താണ് ഈ ദൗത്യത്തിലൂടെ തെളിയിക്കപ്പെട്ടത്. ഇന്നും സൈനിക എഞ്ചിനീയറിംഗ് പാഠപുസ്തകങ്ങളിൽ ഈ ഡെസേർട്ട് റിക്കവറി ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മരുഭൂമിയിൽ മാത്രമല്ല, കടലിന്റെ ആഴങ്ങളിലും അമേരിക്കൻ നാവികസേന സമാനമായിട്ടുള്ള വീണ്ടെടുക്കൽ ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കടലിൽ വീണ് തകർന്നുപോയ കൂറ്റൻ പൊസൈഡൻ വിമാനം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൈന്യം കരക്കെത്തിച്ചു. പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കാതെ ഇൻഫ്ലേറ്റബിൾ റോളർ ബാഗുകൾ ഉപയോഗിച്ചാണ് പൊസൈഡൻ വിമാനം ഉയർത്തിയെടുത്തത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആദ്യം, ശത്രുപാളയത്തിൽ തകർന്നു വീണുപോയ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, ആ യുദ്ധവിമാനത്തെ അമേരിക്കൻ സൈന്യം തിരിച്ചു പിടിച്ച കഥയാണിത്. ഇത് ഇപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇറാഖിന്റെ മേഖലകളിൽ 2013 നടന്ന ഇത്തരത്തിലൊരു ചരിത്ര സംഭവത്തെ മറക്കാതിരിക്കാൻ, ആ ഇറാഖിലെ അൻബാർ പ്രവിശ്യയ്ക്ക് സമീപമുള്ള ഹൈബജ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നടന്ന ആ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയട്ടെ.
ഇന്ന് നിങ്ങൾ ടെഹ്റാനിലേക്ക് ആയുധങ്ങൾ വിക്ഷേപിക്കുവാൻ ശ്രമിക്കുന്ന വാഷിംഗ്ടൺകാരാ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്നലകളിൽ ഇതിനേക്കാളേറെ മറ്റു രാജ്യങ്ങൾ അനുഭവിച്ചിരുന്നു. അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ലോകം മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എങ്കിൽ കൂടിയും അപ്പോഴും വ്യാവസായിക വിപ്ലവം പോലും കടന്നു ചെല്ലാത്ത രാജ്യമായി, ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ കഴിയാത്ത വ്യക്തിയായി അമേരിക്കയും ട്രംപും മാറുന്നു എന്നുള്ളതാണ്.